ഹായ്, ശരത്താണ്. നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് DCB ബാങ്കിനെ പറ്റിയാണ്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത്, അതായത് കഴിഞ്ഞ Q2, Q3 നമ്മൾ കൃത്യമായിട്ട് ഇവരുടെ റിസൾട്ട് വന്ന സമയത്ത് ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് DCB ബാങ്ക് എന്ന് പറയുന്നത്. അതായത് അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ആണെങ്കിലും അസറ്റ് ക്വാളിറ്റി ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആവുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ, അതായത് ഇൻഡസ്ട്രി ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് DCB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മാനേജ്മെന്റ് കമ്മിറ്റി വന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഏകദേശം അവരുടെ ഗൈഡൻസ് കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് വന്ന സമയത്ത് തന്നെ. നമുക്ക് അതിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മളിവിടെ DCB ബാങ്കിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേനും DCB ബാങ്കിന്റെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് നോക്കാം. നമ്മൾ മഹാരാഷ്ട്ര ബാങ്കിന്റെ കാര്യം, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കാര്യം സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. നമുക്കൊരു ബാങ്കിന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് അവരുടെ ലോൺ ബുക്കിന്റെ, അതായത് അവർ ക്രെഡിറ്റ് കൊടുക്കുന്നതിന്റെ ഗ്രോത്ത് എത്രയാണെന്നുള്ള കാര്യമാണ്. അതിനുശേഷം അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണെന്ന് അറിയണം. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എങ്ങനെയാണെന്ന് അറിയണം. ഇതിനിടയ്ക്ക് വരുന്നൊരു കാര്യമാണ് ഇവരുടെ പ്രൊവിഷൻസ്, അല്ലെങ്കിൽ ഇവർ ബാഡ് ലോണിന് വേണ്ടിയിട്ട് എത്ര പെർസെന്റേജ് ആണ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇവരുടെ സ്ലിപ്പേജ് അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ NPA നമ്പേഴ്സ്, GNPA, NNPA ഒക്കെ കൂടുവാണോ, അല്ലെങ്കിൽ അതെല്ലാം കുറയുന്നുണ്ടോ, കളക്ഷൻ എഫിഷ്യൻസി ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ. സോ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അസറ്റ് ക്വാളിറ്റി നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പ്രൊവിഷൻസ് കുറവായിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മളൊരു ബാങ്കിനെ ട്രാക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ DCB ബാങ്കിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എപ്പോഴും ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 18 to 20% അല്ലെങ്കിൽ 22% ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഏകദേശം 17.6%, ഓൾമോസ്റ്റ് 18% അടുത്ത് തന്നെ അവരുടെ ടോപ്പ് ലൈനിൽ, അവരുടെ ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കി കഴിഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഏകദേശം 17% ഗ്രോത്ത് വന്നിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻകം മൈനസ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്നുള്ള കാര്യമാണ്. സോ അതിൽ 17% ഗ്രോത്തും. സോ അപ്പോൾ നമ്മൾ ബാങ്കിൽ മെയിൻ ആയിട്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആണ് നോക്കട്ടെ. ഇത് കൂടെ ഇവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയും. ടോട്ടൽ ഇൻകത്തിൽ ഇവർ അതർ ഇൻകം കൂടെ വരും, അതായത് ഫീ ഇൻകം കാര്യങ്ങളൊക്കെ വരും. സോ അതിൽ 12% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. അവിടെ നമുക്കൊരു ഗ്രോത്ത് കുറവായിട്ട് തോന്നിയേക്കാം. അതിന്റെ മെയിൻ റീസൺ വേറെ ഒന്നുമല്ല, ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതർ ഇൻകത്തിൽ ഇവരുടെ ഫീ ഇൻകം ആണ് മെയിൻ ആയിട്ട് നമ്മൾ അതർ ഇൻകത്തിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫീ ഇൻകത്തിന്റെ കാര്യം നോക്കുമ്പോഴത്തേന് ഫീ ഇൻകം അതുപോലെ തന്നെ, അതായത് ഏകദേശം 198 കോടിയാണ് അവരുടെ ഈ ഒരു ക്വാർട്ടറിലെ ഫീ ഇൻകം എന്ന് പറയുന്നത്. അത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ആയിട്ടുള്ളതാണ്. അതായത് അവർ ഇത്ര നാൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഫീ ഇൻകം തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ അവർക്ക് കുറവ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്ന കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. സോ അത് അത്ര ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അതർ ഇൻകം കുറഞ്ഞു പോയത്. അതുകൊണ്ടാണ് 12% ഗ്രോത്ത് ടോട്ടൽ റവന്യൂവിൽ നോക്കുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കി കഴിഞ്ഞാൽ 17% ഗ്രോത്തും, അതുപോലെ തന്നെ ഇവരുടെ പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 16% പ്രോഫിറ്റ് ഗ്രോത്തും വന്നിട്ടുണ്ട്. അത് ഈ അതർ ഇൻകം കുറഞ്ഞു പോയതുകൊണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ഗ്രോത്ത് 16% നിൽക്കുന്നത്. നമ്മളത് ഫുൾ ഇയറിൽ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഇയറിൽ ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 17% ഗ്രോത്തും, അതുപോലെ തന്നെ ഇവരുടെ പാർട്ട് ഗ്രോത്ത് നോക്കിയാൽ FY26 ഫുൾ ഇയറിൽ ഏകദേശം 19% പാർട്ട് ഗ്രോത്ത് വന്നിരിക്കുന്നത്. സോ കൃത്യമായിട്ട് അവർക്ക് അവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബുക്കിൽ നല്ല രീതിയിൽ അസറ്റ് ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അസറ്റ് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോഴത്തേന് ആദ്യം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് സ്ലിപ്പേജ്. സ്ലിപ്പേജ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ലോണുകൾ NPAയിലേക്ക് കൺവേർട്ട് ആകുന്നത്. NPA എന്ന് പറഞ്ഞാൽ 90 ദിവസമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ റീപേയ്മെന്റ് കാര്യങ്ങളൊന്നും കിട്ടാത്ത ലോണുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് അങ്ങനത്തെ പുതിയ ലോണുകൾ കൺവേർട്ട് ആകുന്നതാണ് നമ്മൾ ഈ സ്ലിപ്പേജിൽ പറയുന്നത്. സ്ലിപ്പേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ക്വാർട്ടറാണ് ഈ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്. ഏകദേശം കഴിഞ്ഞ കുറെ ക്വാർട്ടറുകൾ നോക്കുന്ന സമയത്താണ് ഈ പറയുന്നത് 2.28% ആണ് അവർ ഈ ഒരു ക്വാർട്ടറിലെ സ്ലിപ്പേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ നോക്കിയാൽ 3% മുകളിലായിരുന്നു സ്ലിപ്പേജ് ഉണ്ടായിരുന്നത്. സ്ലിപ്പേജ് ഫ്രഷ് ആയിട്ടുള്ള സ്ലിപ്പേജ് പറയാൻ വെച്ചാൽ പുതിയതായിട്ട് ലോണുകൾ ഈ പറഞ്ഞ NPAയിലേക്ക് മാറുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അപ്ഗ്രേഡേഷൻ, NPAയിൽ ഓൾറെഡി ഉള്ള ലോണുകളുടെ റിക്കവറി അപ്ഗ്രേഡേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ സ്ലിപ്പേജിനെ കഴിഞ്ഞ് മുകളിലാണ് ഈ പറഞ്ഞ റിക്കവറി അപ്ഗ്രേഡേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർക്ക് ഓൾറെഡി ഈ ഒരു ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന NPA ഫിഗർ ഉണ്ടല്ലോ, ടോട്ടൽ NPA ഫിഗർ, അതിൽ നിന്ന് പുതിയതായിട്ട് ഫ്രഷ് സ്ലിപ്പേജ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ റിക്കവറി അതേപോലെ അപ്ഗ്രേഡേഷനും കുറയ്ക്കുകയും ചെയ്യണം. അപ്പൊ റിക്കവറി അപ്ഗ്രേഡേഷനും കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ ടോട്ടൽ ഈ ഒരു ക്വാർട്ടർ എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇവരുടെ ടോട്ടൽ NPA എന്ന് പറയുന്ന ഫിഗർ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ, അതായത് ഇവർ ഓൾറെഡി ഉള്ള ലോണിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്ന പ്രൊവിഷൻ കവറേജ് റേഷ്യോ ഒക്കെ കൂടിയിട്ടുണ്ട്. ഏകദേശം 78 അവരുടെ PCR എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ 75 ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മാനേജ്മെന്റ് തന്നെ പറയുന്നത് അവർക്ക് 75 മുകളിലുണ്ടെങ്കിൽ തന്നെ അവർ കംഫർട്ട് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവരുടെ സ്ലിപ്പേജ് കാര്യങ്ങൾ കുറയുകയും, അതുപോലെ തന്നെ കളക്ഷൻ എഫിഷ്യൻസി നോക്കിയാൽ, കളക്ഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ലോണുകളുടെ കളക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അതിനകത്ത് നമ്മളിപ്പം സീറോ ബക്കറ്റ് നോക്കി കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് EMI വരുന്ന അക്കൗണ്ടുകൾ നോക്കിയാൽ അവിടെ കളക്ഷൻ എഫിഷ്യൻസി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ നല്ല നമ്പേഴ്സ് ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്, അതിന് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് NPAയിലുള്ള അല്ലെങ്കിൽ DPD ബക്കറ്റ്സിൽ കിടക്കുന്ന അക്കൗണ്ടുകളിൽ നോക്കിയാൽ പോലും കളക്ഷൻ എഫിഷ്യൻസി ഒക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ആകെപ്പാടെ കളക്ഷൻ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ഒരു വ്യത്യാസമുള്ള CVയിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ, അത് മൊത്തത്തിൽ ആ ഒരു സെക്ടറിൽ തന്നെ ബാക്കിയുള്ള ബാങ്കുകളൊക്കെ നോക്കിയാൽ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ ചെറിയ രീതിയിൽ പറഞ്ഞ സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവർക്ക് പക്ഷേ ഇവിടെ വലിയ കാര്യമായിട്ടുള്ള എഫക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല.
ഇവരെ ഇവരെ ബാക്കിയുള്ള ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ സി വിയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഡിസ്ബേഴ്സ്മെന്റ് ഒക്കെ സി വിയിൽ കുറച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ബാങ്കിന്റെ ഡിസ്ബേഴ്സ്മെന്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ബേഴ്സ്മെന്റ് ഏകദേശം 37% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. കഴിഞ്ഞ Q3 ഈ Q3ലേക്ക് വരുമ്പോൾ അവരുടെ ഡിസ്ബേഴ്സ്മെന്റ് 37%. ഇയർ ഓൺ ഇയർ നോക്കിയാൽ കഴിഞ്ഞ Q4 ഈ Q4ലേക്ക് ലാസ്റ്റ് മാർച്ചിൽ ഈ മാർച്ചിലേക്ക് നോക്കുമ്പോഴത്തേന് ഏകദേശം 40% ഗ്രോത്ത് ആണ് ഡിസ്ബേഴ്സ്മെന്റിൽ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ബാങ്ക് അവരുടെ ഡിസ്ബേഴ്സ്മെന്റ് ഗ്രോത്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ ഇവർ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഡിസ്ബേഴ്സ്മെന്റിൽ ഗ്രോത്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവർ ഒരു ബിസിനസ്സിന് മാറ്റുള്ളൂ. അതെല്ലാം ഉണ്ടെങ്കിൽ ഇവർ ആദ്യം ഓൾറെഡി ഡിസ്ബേഴ്സ് ചെയ്ത ലോണുകളുടെ കളക്ഷൻസ്, അതായത് ഇവർ കൊടുത്ത ലോണുകളുടെ എമൗണ്ട് റിക്കവർ ചെയ്യാണ്ടായിരിക്കും ഇവർ ട്രൈ ചെയ്യുക, അതായത് അസറ്റ് ക്വാളിറ്റി കൃത്യമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ കൂടുതലായിട്ട് ഡിസ്ബേഴ്സ്മെന്റ് ചെയ്യുന്നത്. അത് ഏകദേശം 37% ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ തന്നെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ബാങ്കിന്റെ ഒരു ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഇവർക്ക് ഒരു കോ ലെൻഡിംഗ് ബുക്ക് ഉണ്ട്. കോ ലെൻഡിംഗ് ബുക്ക് എന്ന് പറഞ്ഞാൽ വേറെ വലിയ ബാങ്കുകളുമായിട്ട് ടൈപ്പിൽ എത്തിക്കൊണ്ട് ഈ റൂറൽ ഏരിയകളിലൊക്കെ ഇവർക്ക് കൂടുതൽ റീച്ചുള്ള ഏരിയകളിൽ ഈ പറഞ്ഞ വലിയ ബാങ്ക് ആയിരിക്കും ഏകദേശം 80% ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ ചിലപ്പോൾ 15-20% ആയിരിക്കും അതിനായിട്ട് ലോണിലേക്ക് എമൗണ്ട് ഇവരുടെ സൈഡിൽ നിന്ന് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ അങ്ങനത്തെ ലോണുകൾക്ക് റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ കോ ലെൻഡിംഗ് ബുക്കിന്റെ റേറ്റ് ഏകദേശം ഇവരുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 15% താഴെ എത്തിക്കുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഏകദേശം 13% അടുത്തേക്ക് ഇവർക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിലും അവരിപ്പോൾ അവരുടെ ടോട്ടൽ ബാങ്കിന്റെ ലോൺ ബുക്കിന്റെ ഗ്രോത്തിനടുത്ത് മാത്രമേ ഇതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കോ ലെൻഡിംഗ് ബുക്കിന്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ വർഷം നോക്കുക, ഈ FY26 നോക്കിയ ഏകദേശം 25% ഗ്രോ ചെയ്ത ഒരു ബുക്കാണ് ഈ കോ ലെൻഡിങ്ങിന്റെ. അത് കഴിഞ്ഞ ഈ വർഷം ഈ FY26 മുമ്പ് നോക്കിയാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 108% ഉണ്ടായിരുന്നു ഗ്രോത്ത്. സോ അവിടുന്ന് അതിന്റെ ഗ്രോത്ത് നല്ല രീതിയിൽ കുറച്ചുണ്ട്. അതിന് പകരം ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്ന ലോണുകളിലേക്ക്, അതായത് കൂടുതൽ പലിശ കിട്ടുന്ന ലോണുകളിലേക്കാണ് കൊടുക്കുന്നത്. അതിപ്പോൾ കൂടുതലായിട്ട് ഇവർ ചെയ്യുന്ന മോർഗേജിലേക്കാണ്. മോർഗേജിലേക്ക് വരുമ്പോഴത്തേന് ഹൗസിംഗ് ലോൺ, അതല്ലെങ്കിൽ ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർ കൂടുതലായിട്ട് ഡിസ്ബേഴ്സ്മെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിലാണെങ്കിൽ പോലും ഇവർ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത്. അതായത് ടിക്കറ്റ് സൈസ് ഇവർ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വാറന്റി ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും ഇവർക്ക് ഈ പറഞ്ഞ സ്ലിപ്പേജ് കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേയ്മെന്റിൽ കാര്യങ്ങളിലൊന്നും ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇനിയിപ്പോൾ അടുത്ത വർഷത്തിൽ മോർഗേജ് ലോണിൽ, അതായത് ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരും. അതുപോലെ തന്നെ ഗോൾഡ് ലോൺ ഇവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗോൾഡ് ലോണിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അവിടേക്കാണെങ്കിൽ സ്ലിപ്പ് ചെയ്യുന്നു. ഗോൾഡ് ലോണിലൊന്നും ഇപ്പോൾ അവർക്ക് അത്ര അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അതിന് കൊളാട്ടറൽ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ ഈ ഗോൾഡ് ലോണിലാണെങ്കിൽ പോലും ഇവരുടെ സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മാനേജ്മെന്റ് ആ ഒരു PPT തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ DCB ബാങ്കിന്റെ PPT ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ബാങ്ക് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം നല്ല നമ്പേഴ്സാണ്. ക്രെഡിറ്റ് കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 0.32% ആണുള്ളത്. അത് മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 0.45 to 0.55 ആണ് മാനേജ്മെന്റ് ഗൈഡൻസ്. സോ അതിന് കഴിഞ്ഞൊക്കെ താഴെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ROA നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഏകദേശം 0.97 ആണ് ROA എന്ന് പറയുന്നത്. അത് ഫുൾ ഇയറിൽ നോക്കി കഴിഞ്ഞാൽ 0.91 ആണ്. അവർ 1-ന് അവർ ടാർഗറ്റ്, അവരുടെ ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1-ന് മുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. മീഡിയം ലോങ് ടൈം എന്ന് പറയാൻ ഒരു മീഡിയം ടൈം ടാർഗറ്റ് എന്ന് പറയാം. സോ അതുപോലെ തന്നെ ROE ആണെന്നുണ്ടെങ്കിലും അടുത്ത ഈ ഫിനാൻഷ്യൽ ഇയർ FY27 എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 13.5% ROE എത്തിക്കുന്ന മാനേജ്മെന്റ് പറഞ്ഞത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ 13.53 ആണ് ഈ ഒരു ക്വാർട്ടറിലെ അവരുടെ ROE എന്ന് പറയുന്നത്. ഫുൾ ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12.77 ആണ് ROE എന്ന് പറയുന്നത്. സോ നല്ല ഡയറക്ഷനിലേക്കാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഈ പറഞ്ഞ GNPയുടെ നമ്പർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 2.45 ആണ് അവരുടെ GNP എന്ന് പറയുന്നത്. നല്ല രീതിയിൽ താഴേക്കാണ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു ക്വാർട്ടറിലെ കാര്യമല്ല പറയുന്നത്, നമ്മൾ കുറെ ക്വാർട്ടറുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. NNPA നോക്കി കഴിഞ്ഞാൽ 0.89% ആണ് അവരുടെ NNPA എന്ന് പറയുന്നത്. അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സ്ലിപ്പേജ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, കളക്ഷൻ എഫിഷ്യൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ROEയുടെ കാര്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ ലോൺ ബുക്കിന് നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കോസ്റ്റിന്റെ കാര്യം നമ്മൾ പറയുന്നത് 0.32 മാത്രമാണുള്ളത്. പ്രൊവിഷൻ കവറേജ് റേഷ്യോ അവർക്ക് ഏകദേശം 78-നടുത്തേക്ക് ഈ ഒരു ക്വാർട്ടറായി എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റ് ടു ഇൻകം നോക്കി കഴിഞ്ഞാൽ കോസ്റ്റ് ടു ഇൻകത്തിൽ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. മാനേജ്മെന്റ് ഗൈഡൻസ് 60-ൽ താഴെ എത്തിക്കും എന്നുള്ള കാര്യമാണ്. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 60.53 ആ ഒരു റേഞ്ചിലാണ്, 60-ക്ക് ജസ്റ്റ് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാനേജ്മെന്റ് ഗൈഡൻസിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കാണിക്കുന്നതെന്ന് വെച്ചാൽ മാനേജ്മെന്റ് കൃത്യമായിട്ട് അവരെന്താണ് പറയുന്നത് ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 18% ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ROEയുടെ എല്ലാ ഫിഗേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതേ ഫിഗേഴ്സ് തന്നെയാണ് അവർ അടുത്ത വർഷത്തേക്ക് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ നല്ല രീതിയിൽ തന്നെയാണ് ബാങ്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്കിന്റെ വാല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ, അതായത് പ്രൈസ് ടു ബുക്ക് നോക്കി കഴിഞ്ഞാൽ 0.95 ആണ് അവരുടെ വാല്യൂഷൻ ഇപ്പോൾ ഉള്ളത്, പ്രൈസ് ടു ബുക്ക് ഉള്ളത്. അത് നോക്കി കഴിഞ്ഞാൽ നല്ല വാല്യൂഷൻസ് ഇല്ല, അതായത് അത്യാവശ്യം ചീപ്പായിട്ട് തന്നെയാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അവർ ROE നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1-ന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ROE നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അറൗണ്ട് ഒരു 13% അടുത്തേക്ക് ROE എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള സ്റ്റോക്കുകൾ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് 1-ഉം 1.5 2-നൊക്കെ മുകളിലൊക്കെ കിട്ടുന്ന സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഈ സ്റ്റോക്ക് ഓൾറെഡി ഇപ്പോൾ ചീപ്പായിട്ട് തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ അവരുടെ പ്രൈസ് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ അതിപ്പോഴും ഓൾ ടൈം ഹൈയിലാണ് സ്റ്റോക്ക് ഉള്ളത്. പക്ഷെ അതുകൊണ്ട് സ്റ്റോക്ക് എക്സ്പെൻസീവ് ആവുന്നില്ല. സ്റ്റോക്കിന്റെ പ്രൈസ് ടു ബുക്ക് നോക്കി കഴിഞ്ഞാൽ 1-ൽ താഴെയാണ്. സോ അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അപ്പോൾ എന്തായാലും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെക്ടറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് DCB ബാങ്കിനെ പറയാം. DCB ബാങ്ക്, CSB ബാങ്ക്, പിന്നെ പറഞ്ഞ IDFC ഫസ്റ്റ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കാരണം അവർ എംപ്ലോയീസ് കാര്യങ്ങൾ കുറച്ച് ഫ്രോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഏകദേശം ഒരു 400-500 കോടിയുടെ ഒരു പ്രൊവിഷനൊക്കെ അവർക്ക് വേണ്ടി വരുന്നതായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ IDFC ഫസ്റ്റ് ബാങ്കിൽ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ഇന്നലെ പറഞ്ഞ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഈ ബാങ്കുകളൊക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ലാതുള്ള NBFCകൾ കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സെക്ടറിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ DCB ബാങ്കിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റോക്കിനെ പഠിക്കുക, അതുപോലെ തന്നെ അതിനെ ട്രാക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസ്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.